ഈ കെ ഫോണിനെ സംബന്ധിച്ചുള്ള അഴിമതിയാണ് ഏറ്റവും പ്രധാന വിഷയം. അത് സംബന്ധിച്ച് ഈ മാസം 20-ാം തീയതി സെക്രട്ടേറിയറ്റ് വളയുന്ന ഒരു വമ്പൻ പ്രതിഷേധമാണ് UDF സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പ്രതിഷേധ പരിപാടി നടക്കും. യൂത്ത് കോൺഗ്രസ് ഒക്കെ അവരുടെ സംഘടനാ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരതിലാണ് കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചെറിയ ചെറിയ പരിപാടികൾ നടത്താതെ മുഴുവൻ പരിപാടികളും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിഷേധ പരിപാടിയാണ് 20-ാം തീയതി നടക്കാൻ പോകുന്നത്. അതിൽ ഞങ്ങൾ കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ അതാണ് കൺവെൻഷൻ. അപ്പോൾ അതാ നമുക്ക് അവിടെ പറയാം. അല്ല, ഞങ്ങൾ എല്ലാ വഴികളും ആലോചിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ ഇന്നലെ ചോദിച്ച പോലെ ഈ നമ്മൾ ഏത് കേസും പറയുമ്പോൾ ആരോപണ വിധേയരായ ആളുകൾ അവരൊരു മറുപടി പറയണ്ടേ? അവർ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയട്ടെ, അല്ലെങ്കിൽ സമ്മതിക്കട്ടെ അബദ്ധം പറ്റിപ്പോയെന്ന് പറയട്ടെ, അല്ലെ ഒന്നും പറയാതിരിക്കുക. അപ്പൊ അതുകൂടി കേട്ടിട്ട് നിയമ നടപടി സ്വീകരിക്കാം. അല്ല, നിങ്ങൾ അറിയേണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞത് പൊതുയോഗത്തിലാണ് പറയേണ്ടത്. പൊതുയോഗത്തിൽ ആകാശവാണിയാണ്. പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ആർക്കെങ്കിലും തിരിച്ചു വയ്ക്കാൻ പറ്റുമോ? മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും സഖാവിനെ എഴുന്നേറ്റ് നിന്നിട്ട് സഖാവ് ഇതാണോന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പൊതുയോഗത്തിൽ പറയാണ് പുകമറ സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷം. ആ പുകമറ ഒന്ന് മാറ്റിത്താ മുഖ്യമന്ത്രി. ആ പുകമറ ഒന്ന് മാറ്റിത്താ മുഖ്യമന്ത്രി. ഞങ്ങൾ പുകമറ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ രേഖകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ പുകമറ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ പുകമറ മാറ്റേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണ്.